ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം രാവിലെ ദോശ ഇഡലി, ആരും കമൻറ്റ് പറയല്ലേ എന്നും ദോശ ഇഡലിയാണെന്ന് തോന്നുന്നു. എന്നും ദോശ ഇഡലി അല്ലല്ലോ. പൂരി ഉണ്ടാക്കി, പാസ്ത ഉണ്ടാക്കി, സാൻഡ്വിച്ച് ഉണ്ടാക്കി, പിന്നെ കൂടുതലും ഇതാണ് ഉണ്ടാക്കുന്നത്. അല്ല, ആഴ്ചയിൽ ഇപ്പം നമ്മൾ 7 ദിവസം ഉണ്ടെങ്കിൽ സൺഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, സാറ്റർഡേ മാഗി ഡേ, പിന്നെ 4 ദിവസം ഇങ്ങനെ മാറിയും തിരിഞ്ഞും എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കും. ഇതാവുമ്പോൾ എളുപ്പവും ഉണ്ട്, അതാ എനിക്ക് ഇത്. പിന്നെ ഇത് ആകുമ്പോൾ പിള്ളേർക്ക് മസാല ഇഡലിയാണ് ഇഷ്ടം, അല്ലാതെ സാമ്പാറോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കറിയായിട്ട് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞാൻ ഇഡലി ഒന്നുണ്ടാക്കി. ഇഡലി ഉണ്ടാക്കിയാൽ പിന്നെ ദോശ ഉണ്ടാക്കണം, അതുകൊണ്ടങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ റെസിപ്പി കുറേ പേർക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ പിള്ളേർക്ക് ഇത് അപ്പമാണേലും എന്തോ കഴിക്കാനാണേലും അവർക്ക് ഇച്ചിരി ചാറ് കൂട്ടിയാൽ വേണ്ടി. എൻ്റെ ഹസ്ബൻഡിന് നിർബന്ധമായിട്ട്, ഞാനിപ്പം ചിലപ്പോൾ ചിക്കനൊക്കെ ഇത്തിരി നല്ല ഗ്രേവി ആയിട്ട് ഇങ്ങനെ, എനിക്കാണെങ്കിൽ ഇച്ചിരി ഗ്രേവിയൊക്കെ നന്നായിട്ട് പെരണ്ടിരിക്കണം, ഇത്തിരി വെള്ളമായിട്ട്, അതിനേക്കാൾ ഇഷ്ടം മറ്റേതാണ്. ഹസ്ബൻഡ് പറയും, അയ്യോ ഇത് കൂട്ടി എങ്ങനെ ചോറ് കഴിക്കുന്നേ, ഇച്ചിരി ഒന്ന് ലൂസാക്കാമെന്ന് പറയും. പിള്ളേരും അതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസാക്കിയതാണ്. അത് ഇച്ചിരി കൂടെ തിക്കായിട്ട് വെള്ളം കുറച്ചെടുക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ് കേട്ടോ. എനിക്കങ്ങനെ തിക്കായിട്ട് എടുത്ത് കഴിക്കുന്നേ ഇഷ്ടം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മുന്തിരിങ്ങയും കപ്പലണ്ടിയും പോട്ടെ, അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ വാങ്ങിച്ച അണ്ടിപ്പരിപ്പും ഇല്ല, മുറിഞ്ഞ അണ്ടിപ്പരിപ്പായിരുന്നു. അതുകൂടെ ഒന്ന് വറുത്തിടുന്ന ഉടനെ നല്ല. പ്രൈസിന് മാത്രം മുന്തിരിങ്ങ ഇഷ്ടപ്പെട്ടില്ല, അവൻ തിന്നോണ്ടേ എടുത്തു. മറ്റോനായിരുന്നു സാധാരണ കുറ്റം പറയുന്നത്, മറ്റോന് ഒന്നും പറഞ്ഞില്ല, 2 പേർക്കും ഇഷ്ടമായി. അപ്പോൾ രാവിലെ ഞാൻ ഇഡലിയൊക്കെ ഇളക്കിയിട്ടു. അപ്പം പാല് വന്നൊന്ന് നോക്കാൻ പോയാൽ, സാധാരണ ഒരു 6 മണിക്കകം പുള്ളി വെക്കാൻ വരുന്നത്. ഇപ്പോൾ ഇത്തിരി തണുപ്പല്ലേ, അതുകൊണ്ടായിരിക്കും ഇന്ന് ഇത്തിരി ലേറ്റായി, അതാ ഞാൻ പോയെന്ന് നോക്കിയത്. ഞാൻ വീണ്ടും ചെന്ന് നോക്കിയപ്പോഴും പാല് വന്നിട്ടില്ല. പിന്നെ 3ാമത് ചെന്ന് അപ്പച്ചൻ പോയി തുറന്നപ്പോഴാണ് പാല് വന്നത്. 6:10 കഴിഞ്ഞ്, സാധാരണ 6:30 മണിക്ക് മുമ്പിട്ട് വരുന്നതാണ്. ഇപ്പോൾ രാവിലത്തെ കുറച്ച് കാഹളനാദം കേട്ടിട്ട് എൻ്റെ വീഡിയോയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാനിട്ടു. എന്നിട്ട് ഞാനും കഴിക്കാനെടുത്ത്. അപ്പം പോൾമോനും കഴിക്കത്തില്ലല്ലോ, പ്രൈസമോനും കഴിക്കത്തില്ലല്ലോ. പിന്നെ പ്രൈസമോൻ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ ഇത് അവനിഷ്ടം വേണമെന്ന് പറയുവാണെങ്കിൽ കൊടുക്കും. അപ്പം ബാക്കിയിരുന്ന കഷ്ണങ്ങളെല്ലാം പറക്കിയെടുത്തിട്ട് ഞാനിവിടെ കഴിച്ചു, അപ്പച്ചനും കൊടുത്ത്. ഞാൻ അന്നേരം ഇന്നലെ ഇറച്ചിക്കൂട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചപ്പോൾ അത് ആ പൊടിക്കുന്ന സമയത്ത് ചൂടാണല്ലോ, എന്നിട്ട് തണുത്തിട്ടത് ഡബ്ബയിലാക്കാമെന്നും പറഞ്ഞ് ആ മിക്സിയുടെ ജാറിൽ തന്നെ അടച്ചിങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഇപ്പം രാവിലെ വന്ന് അതാ പെട്ടെന്ന് അങ്ങ് ഡബ്ബയിലാക്കിയത്. ഇതിപ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഡബ്ബയിലത്തേക്കിനെ ഉള്ളായിരുന്നു. ഇതിനേക്കായി കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരു കെട്ട് പൊടിച്ചതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇനിയും വെള്ളമൊക്കെ കുടിക്കാൻ എല്ലാവരുടെയും ബോട്ടിലാക്കിയിട്ട് പിന്നെ ക്യാൻ നിറയ്ക്കണം. 2 ചരുവത്തിലെ വെള്ളവും ഇതിലൊഴിച്ച് നിറയ്ക്കണം. അപ്പോൾ ആ ക്യാനിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് എല്ലാവരുടെയും ബോട്ടിലുകളൊക്കെ നിറച്ച്, അപ്പം ഇച്ചിരി കൂടെ ഒന്ന് കാലിയാവുമല്ലേ, എന്നിട്ടിനി കുടിക്കാൻ വെള്ളം വെക്കണം.
കൊച്ചു വായുള്ള ബോട്ടിലാണെങ്കിൽ ചോർപ്പ് വെച്ച് പിടിക്കും, അല്ലാതെ വലിയ വായാണെങ്കിൽ ഡയറക്റ്റ് പിടിക്കും. അതിനാണ് ഞാൻ ആ ചോർപ്പ് അവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട്. കാരണം ഈ പിള്ളേർ ചിലപ്പം വെള്ളം എങ്ങാനും എടുക്കുകയാണെങ്കിൽ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ ബോട്ടിൽ നിറഞ്ഞു പോകുകയാണെങ്കിൽ പിന്നെ തറയിലെല്ലാം ആവത്തില്ല. അതുകൊണ്ട് ഞാനവിടെ താഴെ ഒരു ബക്കറ്റോട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമെല്ലാം നിറച്ച് കുടിക്കാൻ വെള്ളം വെച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങൾ ഉണങ്ങിയതെടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇനി അടുത്ത പാത്രങ്ങൾ കഴുകിയത് ഇതിൻ്റെ അകത്ത് ഇടണം. എല്ലാ വീട്ടിലും ചെയ്യുന്നതാ ഇതെല്ലാം. പിന്നെ ചിലർ ഇതെന്തിനാ നിങ്ങൾ കാണിക്കുന്നേ? ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ജോലിയല്ല ഇത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്നുള്ളത് ഞാനങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെയാണ് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഞാൻ ഇച്ചിരി കൂട്ടാൻ വയ്ക്കണം. അതിനായിട്ട് ഞാൻ ഇന്നേ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ഉപ്പി പറ്റിക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി. അപ്പം ഞാൻ വേറൊരു പാത്രം എടുക്കാൻ പോയില്ല. അതേ പാത്രം ഞാൻ അങ്ങ് തീ ഓഫാക്കി. അപ്പം അത് ആ അടിക്ക് ഇച്ചിരി ഒന്ന് പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അന്നേരം തീ ഓഫാക്കുന്നുണ്ടേ അത് പിന്നെ പാത്രം തണുക്കുന്നുണ്ടേ അതങ്ങനെ അടിക്ക് പിടിക്കത്തില്ല. അപ്പോൾ അന്ന് അടുക്കോട്ടൊരു ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ തീ ഓണാക്കിയിട്ടിനി. പിന്നെ ഞാൻ തീ ഓണാക്കിയായിരുന്നു കേട്ടോ, ചെറിയ തീയിൽ അവിടെ കിടക്കുക. അപ്പോൾ അതോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരിയും കൂടെ കഴുകിയിടട്ടെ. അത് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത് ഒരു കടയിൽ നിന്നാണ്. ആ കടയിൽ നമ്മൾ ഞാൻ വാങ്ങിക്കുന്ന ബോയിൽ റൈസ് ഇല്ല. അവിടെ ഉള്ളത് ചെറുമണിയൻ പോലുള്ളതാണ്. അതെനിക്കിഷ്ടമല്ല. ഈ ഒരു റൈസ് മറ്റേ വേറൊരു കടയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൈസ് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ റൈസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് വേറെ വല്ല സാധനം വാങ്ങിക്കും. അവർക്കും തോന്നുന്നില്ല റൈസ് മാത്രമായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ 15 കിലോ അരിയും വാങ്ങിച്ച്. അതിന് എത്രയായിരുന്നു? 45 രൂപയായിരുന്നു അരിയും വാങ്ങിച്ച്. അപ്പം ഞാൻ ചോദിച്ചു വെളുത്തുള്ളി എന്തോ വിലയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 1/4 കിലോ 40 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ 1/2 കിലോ വെളുത്തുള്ളിയും വിടുന്നു. അപ്പം പിന്നെ സാധനം കൊണ്ടുവന്നു, ഞാൻ പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനത് നോക്കിയുണ്ടേ അരിയുടെ വില കൂടുതലുണ്ട്. അപ്പം ഞാൻ നോക്കിയുണ്ടേ പുള്ളിക്കാരൻ 48 രൂപ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിക്ക് 10 രൂപയും കൂടെ കൂട്ടി എഴുതിയേക്കുന്നു. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തതിന് ഞാൻ പറഞ്ഞ് ഉക്കടാ ചാവലിന്, ഇവിടെ ഹിന്ദിയിൽ ഉക്കടാ ചാവൽ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ബോയിൽ റൈസ് ഉക്കടാ ചാവലിന് എന്തോ വിലയാണ്? പുള്ളിക്കാരൻ 48. ഞാൻ പറഞ്ഞ് കഴിഞ്ഞ മാസവും 45 അതെന്താ ഇത്ര പെട്ടെന്ന് കൂടിയത്? അച്ഛാ ടീക്കേ എന്നാൽ 45 വെച്ചിങ്ങി തന്നാൽ മതിയെന്ന്. എന്നാകുമ്പോൾ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെയും വില നീ എൻ്റെ അടുത്ത് പറഞ്ഞത് 80 എന്നാന്നല്ല, 1/4 കിലോ 40 എന്നാന്നല്ല പറഞ്ഞത്. പിന്നെ നീ 90 രൂപ എടുത്തല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുക അതേ ഇവിടെ നിൽക്കുന്ന ചുമ്മാതെ ചെറുക്കനാ ബില്ലിട്ടത് സേട്ട് വരുന്നുണ്ടേ. കാരണം റീച്ചാനാ ചില സമയത്ത് ഓൺലൈൻ GPay ചെയ്യുന്നത്. ഞാൻ ഇന്നങ്ങ് റെഡി ക്യാഷ് കൊടുക്കുമായിരുന്നു. വരുമ്പം ഞാൻ മൈനസ് ചെയ്യിപ്പിക്കാമെന്ന്. ഇവന്മാരുടെ ചിലവന്മാരുടെ സ്റ്റോക്കിടതാണ് നമ്മൾ. പക്ഷേ ഞങ്ങൾ മറ്റേ സാധനം വാങ്ങിക്കുന്ന പുള്ളി കറക്റ്റാണ്. നമ്മളെ ഒരു തരത്തിലും പുള്ളിയാണെങ്കിൽ സാധനം വരും, റീച്ചാൻ വാട്സപ്പ് അങ്ങ് ബില്ലിട്ട് കൊടുക്കും. മാസത്തിലാണ് കൊടുക്കുന്നത്. മാസം അവസാനം റീച്ചാൻ കൊണ്ട് എല്ലാം കൂടെ അടയ്ക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ 5ഉം 10ഉം ഒക്കെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് കൂട്ടിയെടുക്കും. നമ്മളത് ശ്രദ്ധിക്കത്തില്ലല്ലോ. നമ്മൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ റീച്ചാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ കൊള്ളാമല്ലോ റീച്ച. അപ്പം അങ്ങനെ എന്തോ ചെയ്യാനാ അവൻ്റെ അടുത്ത് പറയുന്നത്. നമ്മളിപ്പോൾ എൽബോ ടൈപ്പ് പാസ്ത കൊടുക്കാൻ പറഞ്ഞാലും അവൻ വേറെ ആയിരിക്കും കൊടുത്തു വിടുന്നത്. അങ്ങനൊരു ഇത് പറ്റിയെന്നുള്ളതാണ്. എന്തുവാ, ഞാനിപ്പം തേങ്ങ ഒരെണ്ണം എടുത്ത് വേറും കുഞ്ഞു ഇത്രയേ ഉള്ള തേങ്ങ. അപ്പം ഞാനത് ചിരവയ്ക്കകത്ത് പോലും കറുത്തില്ല. അത് ഇടിച്ച് പൊട്ടിച്ച് കഴത്തിയിട്ട് മിക്സിയിൽ ഇത് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഈ തേങ്ങയുടെ ഇവിടെ നിങ്ങൾക്ക് തേങ്ങയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? കണ്ണ് കാണാത്തവരെ ഞാൻ കണ്ണ് കാണിച്ചു തരാം കേട്ടോ. കണ്ടിതാ തേങ്ങയുടെ കണ്ണ്. പണ്ടൊക്കെ കൊച്ചിലെ പറയാതെ ഇത് തിന്നാലേ നീളം വെക്കുമെന്ന്. ഉള്ളയാതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. പിന്നെ ഇരട്ട പഴം തിന്നാ പറയാം ഇരട്ട കൊച്ചുങ്ങളെ പ്രസവിക്കും. ഓക്കെ,
എന്തു വന്നേലും ഇപ്പം മീൻ ഇങ്ങനെ മുളക് അരച്ചിട്ട് വെച്ചാൽ അപ്പച്ചനും കൂട്ടിയില്ലായിരുന്നു. പ്രൈസനും ചില സമയത്ത് കൊടുത്തു. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ തേങ്ങ അരച്ചിന്നങ്ങ് വെക്കാമെന്ന്. എന്നും മുളക് അരച്ചല്ലേ തേങ്ങ അരച്ച് വെക്കാമെന്ന്. സാധാരണ അപ്പച്ചന് തേങ്ങ അരച്ചതിനോട് അത്ര താല്പര്യമില്ല. ഞാൻ ചിന്തിച്ച് അപ്പച്ചൻ മുളക് അരച്ചിട്ടും കഴിക്കുന്നില്ലല്ലോ, എന്നാൽ ഇന്നങ്ങ് തേങ്ങ അരച്ച് വയ്ക്കാമെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു കൊടുക്കാൻ നേരം തേങ്ങ അരച്ച മീനാ വേണമെന്ന്. ആന്ന് പറഞ്ഞ് ഇന്ന് വേണ്ടാത്തവരുന്നത് കഴിക്കുകയും ചെയ്തെന്നുള്ള. അപ്പം ഞാൻ തേങ്ങയൊക്കെ അരപ്പൊക്കെ ചേർത്ത് ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂണുള്ള ഉലുവാപ്പൊടിയും ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, എനിക്കിതിൻ്റെ അകത്ത് ഈ പച്ചമുളകൊക്കെ എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തേങ്ങ അരച്ച കറി വെച്ചിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ USA-ലുണ്ട്. പുള്ളിക്കാരി എനിക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ മൊബൈലിനൊരു അബദ്ധം പറ്റി. എൻ്റെ ഈ മൊബൈലിൻ്റെ അകത്ത് 2 സിമ്മുണ്ട്. അപ്പോൾ പിന്നെ ഒന്നെൻ്റെ അച്ചാർ ബിസിനസ്സിൻ്റെ നമ്പറാണ്. അതെങ്ങനെയോ സെറ്റിങ്ങിൽ നിന്ന് എൻ്റെ ബാക്കപ്പ് എല്ലാം പോയി. എല്ലാവരുടെയും ഫോൺ നമ്പറുണ്ട്, പക്ഷേ എനിക്ക് പിന്നെ ഫോൺ നമ്പറേ ഉള്ളൂ, പേരും പോയി, ചാറ്റും പോയി, എല്ലാം. സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിക്കുന്നവരുടെ ഈ അഡ്രസ്സെല്ലാം ഞാൻ ചില ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കും. അപ്പോൾ ഈ അഡ്രസ്സ് ഞാൻ അതിൽ തന്നെ ഇട്ടേക്കും. അപ്പോൾ എനിക്ക് വീണ്ടും അവർ പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലേ. എല്ലാം പോയെന്നുള്ളേ. എനിക്കങ്ങനെ ആൾക്കാരുടെ ചിലരുടെ മായ എന്ന് പറയുന്നത് എന്നും മായ ഗുഡ് മോർണിംഗ് ഇടും. പിന്നെ സൂസൻ എന്ന് പറയുന്ന പുള്ളിക്കാരി എനിക്ക് ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടതുകൊണ്ട് അങ്ങനെ 3-4 പേരുടെ പേര് മാത്രം കിടപ്പുണ്ടായിരുന്നു. മിന്നു ആണെങ്കിൽ അവൾ അച്ചാർ എനിക്ക് ഓർഡർ ചെയ്തിയാൽ അവളതിൽ പറഞ്ഞ വോയിസ് മെസ്സേജും എല്ലാം പോയി. പിന്നെ ഞാൻ അവിടുത്തെ രാവിലെ വിളിച്ചു, അവിടെ എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും എനിക്ക് പേര് ഓർമ്മ വരത്തില്ല. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. പിന്നെ രാത്രി പിന്നെ റീച്ചാൻ ഓരോന്നൊക്കെ വീഡിയോകൾ നോക്കി എന്തുവാന്നേലും ശരിയാക്കി തന്നെന്നുള്ളതാണ്. എന്നിട്ടും കുറച്ച് പേരുടെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം വേറെ 1-2 പേര് മീനച്ചാർ ചോദിച്ചിട്ടുണ്ട്, മീൻ ഇടുന്ന സമയത്ത് തരണേന്ന് പറയാം. അതും എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മീൻ കറിക്ക് ഇവിടെ ഞാൻ കടുകൊക്കെ വറുത്ത് ചേർത്തു. അപ്പം എന്നാണ്ട് ഇവിടുത്തെ ശൃംഗാരി വന്നിട്ടുണ്ട്, ഒരു നശിപ്പീര് പെണ്ണായത്. ഒരു പേടിയില്ല. രാവിലെ ഞങ്ങൾക്കിപ്പം കച്ചട എടുത്ത് വെളി വെക്കാക്കത്തില്ല. കച്ചടക്കാരൻ വന്ന് വെല്ലടിച്ചാലേ വെക്കാക്കൂ. ഇതുകൾ തട്ടിയിടും. ലിഫ്റ്റിൽ കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. കണ്ടോ വരുന്നേ. രസം ഉണ്ടാക്കുന്നേ. അപ്പം ഞാൻ വെക്കുന്ന രസമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം രസം വെച്ചോണ്ടേ കമൻറ്റ് വന്നത് ഇങ്ങനെയല്ല രസം വെക്കുന്നതെന്ന്. എന്നാൽ എങ്ങനെയാണ് രസം വെക്കുന്നതെന്ന് ചോദിച്ചിട്ടാരും റിപ്ലൈയും തന്നില്ല. നിങ്ങൾക്കറിയാം ഇങ്ങനല്ല എങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ ആ രീതിയിൽ ചെയ്യാം. സാധാരണ അമ്മയൊക്കെ ചെയ്യുന്നത് കുരുമുളകൊക്കെ ചതച്ച് ചേർക്കും. ഇപ്പം എൻ്റെ കയ്യിലിപ്പം ചതച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. ഇതിപ്പം പുളിവെള്ളവും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിക്കും. എന്നിട്ട് ലാസ്റ്റിലാണ് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം. ചിലപ്പോൾ ഇഞ്ചി ഇതിലൊന്ന് ചതച്ച് ചേർക്കും. അതൊന്ന് തിളക്കട്ടെ. ഈ പ്രൈസൺ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഈ പൂച്ചക്കുഞ്ഞ് ഇവിടെ 3rd ഫ്ലോറിൽ ഒരു ഫാമിലിയുടെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്. അവിടുത്തെ ആണോന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഈ അടുക്കളയിൽ നിന്ന് കാണും അവൻ വരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ കയറി വരത്തില്ല. എന്തുവാ ഇവൻ ലിഫ്റ്റ് വഴി വരാതെ സ്റ്റെപ്പ് വഴി വന്നിട്ട് അതിനെ ഇട്ട് കളിപ്പിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവൻ അവിടുന്ന് വരുന്ന കണ്ട് കുറേ കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം ഞങ്ങളുടെ തുണി തേക്കുന്ന പുള്ളിക്കാരൻ വന്നാൽ ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ താഴെ നിൽപ്പുണ്ടോയെന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്തോ ചെയ്യുന്നു. ബില്ലിയുടെ പൂച്ചയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നെന്ന്. ഞാൻ പിന്നെ ഇവിടെ നിന്ന് വിളിച്ച് അന്നേരമാണ് കയറി വന്നത്. ഈ പിള്ളേരുടെ കൂടെ ലിഫ്റ്റ് ഇല്ലെങ്കിൽ കയറും പൂച്ച. ഒരു പേടിയില്ലെന്നല്ല, കാരണം വീട്ടിൽ വളർത്തുന്നതാണ്. അതുകൊണ്ട് അതിന് മറ്റുള്ളവരെയൊന്നും പേടിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുറിയിലോട്ട് ഇങ്ങനെ കയറി വരാൻ നോക്കുക. നേരത്തെയൊക്കെ ഞങ്ങൾ കച്ചട എടുത്ത് നമുക്ക് സമയമുള്ളപ്പോൾ നമ്മളെടുത്ത് വെളിയിൽ വെക്കുമായിരുന്നു. അപ്പോൾ അയാൾ വന്ന് എടുത്തുകൊണ്ട് പോയപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും തിരക്കിലാന്നേലും പുള്ളി വന്ന് വെല്ലടിച്ചിട്ടേ നമുക്ക് പോയി തുറക്കാം. കാരണം ഈ പൂച്ച എന്തെങ്കിലും ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പം മീനൊക്കെ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് വരും. അതിൻ്റെ മണം എല്ലാം ഉണ്ടെങ്കിൽ അത് തട്ടി എല്ലാം തറപ്പിച്ചിട്ടിട്ട് അയക്കും ജോലിയാണ്, അവിടെ എല്ലാം വൃത്തികേടാക്കും. പിന്നെ അയക്ക് ഡബിൾ ജോലിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കാരൻ വന്ന് വെല്ലടിക്കുമ്പോഴേ ഇപ്പം കച്ചട എടുത്ത് വെളിയിൽ വെക്കത്തുള്ളൂ. അന്നേരം എനിക്ക് ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് ബീഫ് അച്ചാർ ഇടാനുണ്ട്. അപ്പം ബീഫ് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കേണ്ടവർക്ക് കുറച്ച് പേർക്ക് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പം
ഞാൻ ഇപ്പോൾ കായപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് രസത്തിൻ്റെ അകത്തൊന്ന് കടുക് ചേർക്കട്ടെ. അപ്പം ബീഫെല്ലാം ഞാൻ കഴുകി വാരി വെച്ച് മസാലയൊക്കെ പുരട്ടി കുക്കറിലൊന്ന് വേവിക്കാനൊക്കെ വെച്ച്. അപ്പം ഇതൊന്ന് തയ്യാറാക്കിയിട്ട് വേണം അതിൻ്റെ പുറകെ ഇരിക്കാൻ. അപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച് ഞാനൊരു കാപ്പിയും കൂടെ, കോഫി എന്ന് പറയാൻ മതി, അതങ്ങ് കാഫി ആക്കിയത്. ബീഫ് അച്ചാറിടാനേ ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഇനി ഇത് വറക്കണം. ഒരു 5 കിലോ ബീഫുണ്ട്. ബീഫൊക്കെ റെഡിയായി. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ഇത് ഈ രീതിയിലല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം കുറച്ചുകൂടെ അതങ്ങ് അതിൻ്റെ അകത്തങ്ങ് പിടിക്കും ചാറല്ല. അപ്പോൾ ഇന്നലെ പുള്ളിയെടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ വിളിച്ച് പറയണം, എന്നാലേ നമുക്ക് അച്ചാറിനുള്ള പീസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പീസ് നെയ്യ് പീസായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വാങ്ങിച്ചതിൽ ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്രാവശ്യം ഞാൻ പോയില്ല, റീച്ചാൻ തന്നെ പോയിട്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നന്നായിട്ട് പീസാക്കിക്കൊണ്ട് വരുമോയെന്ന്. നല്ലതായിട്ട് പ്രാവശ്യം, കാരണം അവർ പറയും, സമയം പറയും, അവർക്ക് എപ്പോഴാണ് ഇത്തിരി വന്നവർ കാലിയായിട്ടുള്ള അതനുസരിച്ച് വിളിക്കും. അങ്ങനെ പോയത് റീച്ചാൻ. അപ്പോൾ ഇതിനി ഞാൻ നമ്മളന്ന് വാങ്ങിച്ച കുപ്പിയുടെ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലേ, ജാറ്, 5 കിലോയുടെ ജാറാണ് അത്. ഞാൻ ചിന്തിച്ച് 2 കിലോയാണ്. അന്ന് ആ കടക്കാരും പറഞ്ഞ 2 കിലോയാണ്. കാരണം ഇത് 5 കിലോയുടെ ബീഫുണ്ട്. ഞാൻ ഇട്ടെണ്ണേ അത് 5 കിലോയുടെ ബീഫ് ഇട്ടാൽ നമുക്കൊരു 3-3.25 3.5 എങ്ങാണേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഞാനതങ്ങ് ബോട്ടിലാക്കട്ടെ. ബീഫ് അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുമേ. ഓർഡർ ഞാൻ വാട്സപ്പ് നമ്പർ നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്തിടുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.